വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 30 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കസ്റ്റേർഡ് കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കേക്ക് ടിന്നിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ നടുവിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ കൊണ്ട് ഒന്ന് ഡസ്റ്റ് ചെയ്താലും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ബൗളിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി മധുരം ആവശ്യമില്ലാത്തവർക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയും ഓയിലും നന്നായി മിക്സ് ആയി കിട്ടണം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് 1/2 കപ്പ് മൈദ ചേർക്കാം. 1/2 കപ്പ് കസ്റ്റേർഡ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കപ്പ് ഇല്ലാത്തവർക്ക് ഗ്ലാസ് അളവെടുത്താലും മതി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ആ ഗ്ലാസ്സിന് അളന്നെടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലെടുക്കാം. അതിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് എല്ലാ ചേരുവകളും നന്നായിട്ട് ഒന്ന് മിക്സ് ആയി കിട്ടണം. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള പകുതി ഭാഗം പാലും കൂടെ ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കസ്റ്റർഡ് പൗഡറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. നമുക്ക് ഇത് ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പതുക്കെ എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇടാം. കിസ്മിസോ കാഷ്യൂ നട്ട്സോ ഏത് വേണമെങ്കിലും. ഉണക്കമുന്തിരി ഇടുമ്പോൾ അതൊന്ന് മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയിരിക്കുന്നത്, ഒരു റിബൺ കൺസിസ്റ്റൻസി. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഓവൻ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കത് നേരത്തെ എടുത്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ബദാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബദാമും കാഷ്യൂ നട്ട്സുമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഓവനിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റേർഡ് കേക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇത് നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടീ കേക്കാണിത്. ഇപ്പം ഓവൻ ഇല്ലാത്തവർക്ക് സ്റ്റൗ ടോപ്പിലും 35 തൊട്ട് 40 മിനിറ്റ് വരെ പാനിൽ ഒരു സ്റ്റാൻഡ് വെച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിതൊന്ന് കുത്തി നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. ഇനി അതിൻ്റെ താഴത്തുള്ള ബട്ടർ പേപ്പർ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കസ്റ്റേർഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് മുറിക്കുമ്പോൾ തന്നെ അറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. Thanks for watching my channel.